AKGയെ പറ്റി ഫിലിം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. AKG's life and work is an inspiration for all who have committed themselves to work for the working people of India and for the cause of socialism. AKG for more than 5 decades represented the will of the people of India from the time of the fight for independence, and he was a symbol of the aspirations of all sections of the working people, the working class, the peasantry, and all those who are exploited in our society. The inspiring life and work of AKG spans every area of our public life. As a leader of the Kisan movement, as a champion of the common people, as a representative of the people in parliament, and above all, AKG was a man of the masses, beloved of the masses. I came to know AKG, I had the privilege of coming to know him in 1970, and I have seen the great rapport AKG had with the people when I participated in the Michhabhumi Samaram Chada, which AKG led in Kerala. And I'm sure this film will give a good idea, a glimpse of this great revolutionary's life and his personality, and why he was loved by people not only in Kerala but the whole of India. That is why when we think of AKG today, wherever people are struggling for justice against oppression, they remember AKG with love and affection. When we think of AKG, we recall the many struggles that he participated in. Struggles of the peasantry, struggles of the working class, struggles of the common people who wanted to better their lives. And that is what was the greatness of AKG, that wherever he went, he would not be able to speak the language of the people there, but they would understand his language, because his language was the language of solidarity and fight against oppression. And that is why today I am greatly privileged to present this film to you. I hope you will enjoy this film, appreciate it and like it. Thank you very much. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അതു സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം കേൾക്കാം.
ചേട്ടത്തി ഒന്ന് നോക്കിക്കോളൂ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഉടുമ്പൻചോല താലൂക്കിലെ അയ്യപ്പൻ കോവിലിൽ നിന്ന് പാതിരാവിൽ പോലീസിന്റെയും സഹായത്തോടെ കേരള സർക്കാർ അതിക്രൂരമായി കുടിയിറക്കി അമരാവതിയിൽ കൊണ്ടുതള്ളിയ ആയിരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ജൂൺ 6-ാം തീയതി മുതൽ പാവങ്ങളുടെ പടത്തലവൻ സഖാവ് AKG നിരാഹാര സമരം തുടങ്ങാൻ ഇത് അമരാവതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പാവങ്ങളുടെ പടത്തലവൻ സഖാവ് AKG നയിക്കുന്ന ജാഥ ഇതാ കുമളിയിൽ നിന്ന് പുറപ്പെട്ട് അമരാവതിയിൽ എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം മാത്രം നടപ്പിലാവാൻ പോകുന്ന ഇടുക്കി ജലസേചന പദ്ധതിയുടെ പേരിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ നട്ടപ്പാതിരായ്ക്ക് കുടിയിറക്കപ്പെട്ട നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എന്നെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ട്. പുരയും മണ്ണും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിങ്ങളെ മാടുകളെ പോലെ അടിച്ചു തെളിച്ചു കൊണ്ടുവന്ന് ഈ അമരാവതിയിൽ തള്ളിയ ഭരണാധികാരികളെ നിലക്ക് നിർത്താൻ നിങ്ങളോടൊപ്പം ഇന്നു മുതൽ ഞാനും ഉണ്ട്. സ്വന്തം വിധിയെ പഴിച്ച് കണ്ണീരൊലിപ്പിക്കേണ്ട സമയമല്ലിത്. തിരിച്ചറിവുണ്ടാവേണ്ട സമയമാണിത്. പോരാടേണ്ട സമയം. ഈ പെരുമഴയിൽ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റിൽ ചോർന്നൊലിക്കുന്ന തൊഴുത്തിനേക്കാൾ വൃത്തികെട്ട കൂരകളിൽ നാൽക്കാലികളോടൊപ്പം നിങ്ങളെ കഴിയാൻ ശിക്ഷിച്ചവർ, പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകളെ പെരുവഴിയിലും ബസ്സിലും പ്രസവിക്കാൻ ശിക്ഷിച്ചവർ, ചെളിവെള്ളം കുടിച്ച് വയറിളകി ചാവാൻ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചവർ, അവരെത്ര വലിയ പ്രമാണിമാരായാലും പ്രമാണി വർഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഈ ജനശക്തിയുടെ മുന്നിൽ ഒരു നാൾ മുട്ടുമടക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അല്ലേ അപ്പു? നിങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട്, നായന്മാരുണ്ട്, ഈഴവന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, PSPക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാവാം ചിലർ. എന്നാൽ അമരാവതിയിലെ ഈ തൊഴുത്തുകൾ എല്ലാ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളെയും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒന്നിച്ച് മഴ നനയുന്നു, ഒന്നിച്ച് പട്ടിണി കിടക്കുന്നു, ഒന്നിച്ചുറങ്ങുന്നു. ഇനി നമുക്ക് ഒന്നിച്ചു പോരാടാം പാവങ്ങളെ അടിച്ചമർത്തുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ. അമരാവതിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ഞാൻ ഇവിടെ നിരാഹാര സമരം ആരംഭിക്കാൻ പോവുകയാണ്. പോരാടുക വിജയം വരെ, അല്ലെങ്കിൽ മരണം വരെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഗവൺമെന്റിന്റെ സാധാരണഗതിയിലുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ഒരു അടിയന്തര പ്രമേയം അനുവദനീയമല്ല. ഇന്നലെ കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗം ഞാൻ വായിക്കാം. ദി മെഡിക്കൽ ഓഫീസർ കുമളി എക്സാമിൻഡ് മിസ്റ്റർ AK Gopalan at 12 noon. General condition very tired. Pulse 88. Respiration 16. Temperature 98 degree. Tongue dry. Abdomen soft. No marked tenderness anywhere. Last motion looks watery. Bile no mucus. There is rapid deterioration of his general condition since yesterday. ഈ റിപ്പോർട്ടുകൾ കൊണ്ട് കാണുന്നത് he requires immediate medical attention എന്നാണ്. കോട്ടയത്ത് നല്ലൊരു ഡോക്ടറെയും 2 നേഴ്സുമാരെയും അദ്ദേഹം നിരാഹാരവ്രതം അനുഷ്ഠിക്കുന്ന അമരാവതിയിലേക്ക് കുടിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ കൂടെ പോലീസും പോയിട്ടുണ്ട്. എത്ര മണിക്ക്? പാതിര കഴിഞ്ഞു. പോലീസ് വന്നു. ജീവൻ നമ്മുടെ ജീവൻ, ജീവൻ നമ്മുടെ ജീവൻ, ജീവൻ നമ്മുടെ ജീവൻ, ജീവൻ നമ്മുടെ ജീവൻ. മാറി നിൽക്കാനാണ് പറഞ്ഞത്. 2 പൊട്ടിക്കാൻ
മാറില്ല സർ. ഈ നട്ടപ്പാതിലേക്ക് പോലീസിനെ അത് നിന്നെ ബോധിപ്പിക്കണമായിരിക്കും. വേണം. AKG അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വിലപ്പെട്ട ഒരു ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. അത് ഓർമ്മ വേണം. ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയല്ലാതെ നിങ്ങൾ KKG കൊണ്ടുപോകാനാവില്ല. കണ്ടില്ലേ, വന്ന വഴിക്ക് എന്നെ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. പാതിരാത്രിയിൽ പാത്തും പതുങ്ങിയും. പോയി കിടന്നുറങ്ങാൻ നോക്കെല്ലാവരും. ഇല്ല, ഞങ്ങൾ കാവലിരിക്കും പുലരും വരെ. അവന്മാര് വീണ്ടും വരും സഖാവിനെ പിടിച്ചോണ്ട് പോവാൻ. ഇന്നലെ ഡോക്ടർ പരിശോധനയ്ക്കായി ചെന്നപ്പോൾ ശ്രീമാൻ ഗോപാലൻ ഫാസ്റ്റ് ചെയ്തതായ സ്ഥലത്ത് വടികളുണ്ടെന്ന് കാണുകയുണ്ടായി. അരിവാളും വടികളും കല്ലും കൊണ്ട് ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും എതിർക്കാം. പോലീസ് ഇതൊരു മര്യാദയായി പെരുമാറി. പോലീസിനെ അയച്ചത് ഫാസ്റ്റിന് പ്രതിബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ ഒന്നാണല്ലോ. ശ്രീമാൻ ഗോപാലന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതിന് ഈ ഗവൺമെന്റിന്റെ കഴിവിൽപ്പെട്ട എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധികാരികൾക്ക് താല്പര്യം സമരം ചെയ്യുന്നവരെ ജയിലിനകത്ത് സൂക്ഷിക്കാനാണ്. ജയിൽ ചാടി ജനങ്ങളെ സേവിക്കലാണ് ബോൾഷെവിക്കായ എൻ്റെ രീതി. ഇതുപോലൊരു അതിക്രമം പണ്ട് പോലീസും പട്ടാളവും കയ്യൂരിലെ ജനങ്ങളോടും കാണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ വെല്ലൂർ ജയിലിലായിരുന്നു. കയ്യൂരിൽ നിന്നും വന്ന വാർത്തകൾ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. 1941 സെപ്റ്റംബർ 25 രാത്രി ഞങ്ങൾ 5 പേർ, സി കണ്ണൻ, പട്ടാഭി സീതാരാമയ്യ, CVK റാവു, കോരപ്പാട്ടി ഡാട്ല, പിന്നെ ഞാനും. പ്രക്ഷോഭ മനോഭാവക്കാരനായിരുന്നു എന്നും ഞാൻ. സമരത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കണം, പ്രക്ഷോഭത്തിൻ്റെ വായു ശ്വസിക്കണം, പിന്തിരിപ്പന്മാരോട് സമരം ചെയ്യണം, ജയിൽവാസം വരിക്കണം. ഇതായിരുന്നു എൻ്റെ സ്വഭാവം. இன்னைக்கு சூரியன் மறைவுக்குள்ள உன்னை கட்டாயமா தூக்கி உள்ள போட்டுருவேன். இது உன்னோட கடைசி விளையாட்டு. ഈ ശബ്ദം എപ്പോഴും എന്നെ പിന്തുടർന്നിട്ടുണ്ട്. ഇതൊരു അടിയന്തര പ്രമേയമായി എടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. In the light of the Honorable Minister's explanation, there is no scope for a speech now. I have every right to make a statement, particularly after the long speech delivered by the minister. There is no scope for a discussion. You can make a personal explanation. ബഹുമാനപ്പെട്ട AK ഗോപാലന്റെ ജീവൻ നിലനിർത്താനാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശമെങ്കിൽ ഡോക്ടറുടെ കൂടെ പോലീസിനെ അയക്കരുത്. അദ്ദേഹത്തിന്റെ ജീവന് നേരെ തോക്കു ചൂണ്ടി ജീവൻ രക്ഷിക്കാനാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രമിക്കുന്നത്. അങ്ങനെ ആയാൽ അതിന്റെ ഫലം അത്യന്തം ഗുരുതരമായിരിക്കും.
ഇതാരും വടക്കനച്ഛനോ? ഗുഡ് മോർണിംഗ്. നമസ്കാരം. വന്നാട്ടെ, ഇരുന്നാട്ടെ. ആകെ നനഞ്ഞു കുളിച്ചല്ലോ അച്ഛോ. ആ, പാവങ്ങൾക്ക് കൊടുക്കാൻ കുറെ ഉടുപ്പ് ഞാൻ കരുതിയിട്ടുണ്ട്. ആ, അച്ഛനിൽ ഞാനിപ്പോൾ കാണുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ്, ക്രിസ്തുദേവനെയാണ്. എങ്കിൽ ഞാനിതാ ഞാൻ രൂപം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി നേതൃസ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അങ്ങ് ചർച്ചയ്ക്ക് അനുവാദം നൽകണം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനകൾ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സഭയുടെ മുമ്പാകെ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ചർച്ചയ്ക്ക് യാതൊരു സ്കോപ്പുമില്ല. ഈ അടിയന്തര പ്രമേയം സ്വീകരിക്കത്തക്കതല്ല. പ്ലീസ് 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 സാർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനകൾ തീരെ സഹായകരമല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ പ്രതിഷേധ സൂചകമായി ഈ സഭാ നടപടി ബഹിഷ്കരിക്കുകയാണ്. പള്ളിയിലേക്കായിരിക്കും. ഓ അതെല്ലോ. എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പ്രാർത്ഥിക്കാലോ. കുഞ്ഞനന്താ, നിങ്ങളൊന്ന് കോട്ടയത്ത് വരെ പോയിട്ട് വരണം. ഇവിടുത്തെ സ്ഥിതി വളരെ ഗുരുതരാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡോക്ടർമാരെത്തിക്കാൻ പറയണം. ഡിസെൻട്രി പടരുകയാണ്. കഴിയുന്നത്ര മരുന്നെത്തിക്കണം. സുബ്ബറാവുവിന് ഒറ്റയ്ക്ക് ഇവിടുത്തെ രോഗികളെ ചികിത്സിക്കാൻ കഴിയില്ല. സർക്കാർ പേരിനൊരു ഡോക്ടറെ നഴ്സിനെ അയച്ചു തന്നിട്ടുണ്ട്. പിക്നിക്കിന് വരുന്നത് പോലെ അവരൊന്ന് ചുറ്റി നടന്നിട്ട് തിരിച്ചു പോകും. ഇപ്പൊ തന്നെ പോയി വരാം. ആ ജോസഫിന്റെ മോളുടെ സ്ഥിതി എങ്ങനെയുണ്ട്? മരുന്ന് കൊടുക്കുന്നുണ്ട്. മെച്ചപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല. മരണം 12ആയി. ഇങ്ങനെ പോയാൽ വരുമെന്നുറപ്പുള്ള സൂര്യോദയത്തിൻ്റെ വാളും ചിലമ്പുമെടുത്തണിഞ്ഞു. സുശീല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. വളർന്നു വരുന്ന സുശീല എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. ഞാൻ എൻ്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്നേഹം കൊണ്ടെന്നെ വീർപ്പുമുട്ടിച്ച ആ കൊച്ചുകുട്ടിയെ മറക്കാൻ എനിക്ക് സാധ്യമായിരുന്നില്ല. 1952 സെപ്റ്റംബർ 10 എൻ്റെ വിവാഹം നടന്നത്. ഇതെന്താ കഥ? മണി 5 ഇനി AKG പോലീസ് എങ്ങാനും പൊക്കിക്കൊണ്ട് പോയോ? ഏയ്, അദ്ദേഹം ഇപ്പൊ പാർലമെന്റ് മെമ്പർ അല്ലേ, തൊടാൻ പേടിക്കും. ഇനി എപ്പോഴാ കല്യാണം? രാത്രിയിലോ? ഇതെന്തോന്നാ പിള്ളേർ കളിയാ? കാലോ മുഹൂർത്തമൊന്നും വേണ്ടെന്നു. സഖാവിനെ തന്നെ വേണമെന്നുള്ള പിടിവാശിയില്ലയോ? നടക്കട്ടെ. ഇതെന്താ? 3 മണിക്കായിരുന്നു ഈ വിവാഹകർമ്മം നടക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ മണി 5 കഴിഞ്ഞു. AKG ചേർത്തല താലൂക്കിലെ പട്ടണി പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ഇത്രയും നേരം.
5:30 സഖാവിന് ആലപ്പുഴ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക്, അവിടെ നിന്നും വെളുപ്പിന് 4 മണിക്ക് കോഴിക്കോട്ടേക്ക്. തിരക്ക് പിടിച്ച പരിപാടികളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. KC ജോർജ് തന്നെ ഈ വിവാഹത്തിന് കാർമ്മികത്വം നിർവഹിക്കണമെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ഇത് AKGയുടെയും സുശീലയുടെയും മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ചരിത്രത്തിലെ ഒരു അനർഘ നിമിഷമായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ആ കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. ഈ രക്തമാല്യം ഒരുക്കിയിരിക്കുന്നത് ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളി സഖാക്കളാണ്. ഇതെന്ത് കല്യാണം? കെട്ടുതാലിയും മുല്ലമാലയും ഒന്നും വേണ്ടെന്ന്. കണ്ടു പഠിക്കടി, ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ കല്യാണ രീതി. അല്ലാതെ ഒരു സ്വർണ്ണക്കട മുഴുവൻ പെണ്ണിന്റെ ദേഹത്ത് കെട്ടിവെക്കലല്ല. സഖാക്കളെ, കുറെ കാലമായി ആഗ്രഹിച്ചിരുന്നത് പോലെ സുഖദുഃഖങ്ങൾ അന്യോന്യം പങ്കിടുവാൻ തയ്യാറുള്ളൊരു യുവതിയെ ജീവിതസഖിയായി കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സുശീല എൻ്റെ ഭാര്യ മാത്രമല്ല, ഒരു പാർട്ടി സഖാവ് കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ 26 വയസ്സിൻ്റെ അന്തരമുണ്ട്. വയസ്സല്ല ഞങ്ങളെ അടുപ്പിച്ചത്, രാഷ്ട്രീയമാണ്. സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം. മറ്റൊരു കാര്യം, അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ പട്ടിണി പാവങ്ങളെ സഹായിക്കാനുള്ള ഫണ്ടിലേക്ക് എല്ലാവരും അവരവർക്ക് കഴിയുന്നത്ര തുക സംഭാവന നൽകണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സംഖ്യ അതെത്ര ചെറുതായാലും LC സെക്രട്ടറിയെ ഏൽപ്പിക്കുക. ജനുവരി ഭാരതത്തിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ ശക്തി ആർജിച്ചു വന്നു. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതൃത്വങ്ങളുടെ സഹായത്തോടെ കമ്മ്യൂണിസ്റ്റുകാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഭാരത് മാതാ കീ ജയ്! ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയ എന്നെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് ഗവൺമെൻറ് എനിക്കെതിരായി കേസ് കൊണ്ടുവന്നു. ജയിലിലടച്ചതിൽ എനിക്ക് ദുഃഖവും ലജ്ജയും തോന്നി. ഇതുപോലൊരു നിമിഷത്തിനു വേണ്ടിയാണ് ഇത്രയും കാലം നമ്മൾ സമരം ചെയ്തത്. ഇതാ, നമ്മുടെ ബ്ലോക്കിന് തൊട്ടടുത്തുള്ള കണ്ടംഡ് സെല്ലിൽ നിന്നാണ് ഇതുപോലൊരു വെളുപ്പാങ്കാലത്ത് കയ്യൂർ സഖാക്കൾ നിർഭയം കൊലക്കയറിലേക്ക് നടന്നു കയറിയത്. ജീവന്റെ അവസാനത്തെ തുടിപ്പിലും അവർ സാമ്രാജ്യത്വത്തിനും ഭൂപ്രഭുത്വത്തിനുമെതിരായി മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. അവർ കേൾക്കട്ടെ നമ്മുടെ ശബ്ദം, സ്വതന്ത്ര ഇന്ത്യയുടെ ശബ്ദം. ഇൻകുലാബ് സിന്ദാബാദ്! ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഭൂപ്രഭുത്വം തുലയട്ടെ! കർഷക സംഘം സിന്ദാബാദ്! കർഷക സമരം സിന്ദാബാദ്! സാമ്രാജ്യത്വം തുലയട്ടെ! സാമ്രാജ്യത്വം തുലയട്ടെ! ഇൻകുലാബ് സിന്ദാബാദ്! ഭാരത് മാതാ കീ ജയ്! മാതാ കീ ജയ്! ൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഭാഷയിൽ വിവരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങളും ദുരിതവും നിത്യസമരങ്ങളുമായിരുന്നു എൻ്റെ ആയുധം. പാർട്ടിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ജനലക്ഷങ്ങളെ പഠിപ്പിക്കുന്നതിനൊപ്പം അവരിൽ നിന്ന് പഠിക്കുവാനും തയ്യാറാവുകയും ചെയ്യുക എന്നതാണ്.
കൊടിയ പീഡനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും പരീക്ഷണശാലയായിരുന്നു അന്ന് കടലൂർ ജയിൽ. തെലുങ്കാന സമരസേനാനികളായിരുന്നു തടവുകാരിൽ ഭൂരിഭാഗവും. തടവുകാരെ ചങ്ങലക്കിട്ട് രാത്രി ലോക്കപ്പിൽ കിടത്തുന്നതിനെതിരെ ഞാൻ ഗവൺമെൻറ്റിന് പരാതി നൽകിയ ദിവസമായിരുന്നു അത്. ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടിയിട്ടും അവരുടെ ചെരുപ്പ് നക്കികൾക്ക് ശൗര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഒരുങ്ങിത്തന്നെയാണ് അവർ വരുന്നത്. കോമ്രേഡ്സ്, അവർ വീണ്ടും വരുന്നു, കരുതിയിരിക്കുക. తీయాలి, ఆధారాలు దొరకకూడదు. ఆలస్యం చేయొద్దు, తొందరగా తీయాలి. വരുന്നുണ്ട്. ബോഡി കൊണ്ടുപോകാനായിരിക്കണം. വിട്ടുകൊടുക്കരുത്. കൊണ്ടുപോയാൽ പുറം ലോകം അറിയാതെ വെന്ത് വെണ്ണീറാക്കും. പാടില്ല, ചെറുക്കണം. ഒരു പോരാളിക്ക് ചേർന്ന അന്ത്യയാത്രയെങ്കിലും ഇവർക്ക് നൽകാൻ നമുക്ക് കഴിയണം സഖാക്കളെ. తొందరగా బాడీ బయట తీయండి. മാറ്റാം. അതിനു മുമ്പ് ഈ നരവേട്ട പൂർത്തിയാക്ക്. കടലൂർ ജയിലിലുള്ള 400 ഡെറ്റിന്യൂ തടവുകാരെയും വകവരുത്ത്. അല്ലാതെ ഈ ശവശരീരം വിട്ടുതരില്ല നിങ്ങൾക്ക്. സ്വതന്ത്ര ഇന്ത്യയിലെ പോലീസുകാരാണ് നിങ്ങൾ. നൈസാമിന്റെ കൂലിപ്പട്ടാളക്കാരെ പോലെ തരംതാണ കളി കളിക്കണ്ട. 2 സഖാക്കളെ വകവരുത്തിയതിനുള്ള കണക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർക്കും ഞങ്ങൾ. റിപ്പോർട്ട് ചെയ്യൂ. ബന്ധപ്പെട്ടവരൊക്കെ വരട്ടെ, എന്നിട്ട് മതി ബാക്കിയെല്ലാം. చూడరా, పిచ్చోళ్ళు వాటిది. రా చూడు, నువ్వు ఇక్కడే ఉండబోతున్నావు. സൂക്ഷിക്കാനൊന്നുമില്ല. ഞാനൊരു ഭ്രാന്തനാ, രാഷ്ട്രീയ ഭ്രാന്തൻ. നിന്നെ പോലുള്ള ചെരുപ്പ് നക്കികൾ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നത് വരെ ഈ ഭ്രാന്തും നിലനിൽക്കും. ഒരുപക്ഷെ ആ ഭ്രാന്ത് നിന്നെ ശരിപ്പെടുത്തിയിട്ടായിരിക്കും പോവുക. 150 വർഷത്തെ സാമ്രാജ്യത്വ ദുഷ്പ്രഭുത്വത്തിന്റെ വിവരണാതീതമായ സജീവ സ്മാരകമായിരുന്നു അവരുടെ ഭ്രാന്ത്. എനിക്ക് എൻ്റെ സഹതടവുകാരോട് സഹതാപം തോന്നി. ദുഷിച്ച സാമൂഹ്യ വ്യവസ്ഥയുടെ സന്തതികൾ. അവർക്ക് ജയിലിന് പുറത്ത് ജീവിക്കാൻ സാധ്യമല്ലായിരുന്നു. അവർ ചിലപ്പോൾ എന്നെയും മർദ്ദിച്ചു. അവരുടെ അടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞാൻ പലപ്പോഴും എൻ്റെ ആഹാരം അവർക്ക് പകുത്തു കൊടുത്തു. കടലൂർ ജീവിതം എൻ്റെ തൂക്കത്തിൽ നിന്നും 30 പൗണ്ട് വിഴുങ്ങിക്കളഞ്ഞു. അവസാനം മെലിഞ്ഞ അവശനായ ഒരു രോഗിയായിട്ടാണ് ഞാൻ പുറത്തു വന്നത്. വെല്ലൂർ ജയിലിൽ നിന്ന് തടവ് ചാടി സാഹബ് AKG
ആലപ്പുഴയിൽ മുഹമ്മ പ്രദേശത്ത് പ്രസിദ്ധമായ ചീരപ്പഞ്ചാറ കുടുംബത്തിൽ കുടുംബ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് എന്നെ ബന്ധപ്പെടുന്നതും ഞാൻ സഹാവ് AKG ചെന്ന് കാണുന്നതും. അതിനുശേഷം പുറത്തെ പ്രവർത്തകന്മാരും നേതാക്കന്മാരുമായി ബന്ധപ്പെടുന്നതിന് എന്നെ ഒരു കണ്ണിയായി പ്രയോജനപ്പെടുത്തുകയാണ് സഹാവ് AKG ചെയ്തത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പി കൃഷ്ണപിള്ളയാണ്. ഒന്നാം തരം യോദ്ധാവ്, എന്തും സഹിക്കുവാൻ സന്നദ്ധൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നേതാവിന് ആവശ്യമായ അനേകം ഗുണങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ കണ്ടു. മാല കൊള്ളാല്ലേ അച്ഛാ? അഴിച്ചു വെക്ക്. എന്തിനാ അഴിക്കുന്നേ? എന്റെ കൂട്ടുകാർക്കെല്ലാം മാലയുണ്ടല്ലോ. നിന്നോട് അഴിച്ചു വെക്കാനാ പറഞ്ഞ. അഴിക്കില്ല. പറഞ്ഞ കേൾക്കില്ല അല്ലേ? നീ അടിച്ച നിന്നെ അഴിച്ചു വെക്ക്. നീ മാല അഴിച്ചു വെക്കാൻ പറഞ്ഞ അനുസരിക്കില്ല നീ അല്ലേ? ആഹാ, നിന്നെ ഇന്ന് ഞാൻ നടക്കാം അങ്ങോട്ടേക്ക്. ആരാ നിനക്ക് തന്നത്? പറഞ്ഞാ കേൾക്കില്ല അല്ലേ? പോകത്ത്. മുട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേ തുടങ്ങി മഞ്ഞലോഹത്തോടുള്ള കൊതി. ഈ നാട് നശിപ്പിച്ചേ ഇറങ്ങൂ. അണ്ണ അണ്ണ എന്താ ഉണ്ടായി? അണ്ണ എന്തിനാ മോളെ അടിച്ചത്? നിനക്കെന്നാ സുശീല ഈ സ്വർണ്ണഭ്രമം തുടങ്ങിയത്? സ്വർണ്ണോ? അവൾ ഇട്ടിരിക്കുന്നത് ഇമിറ്റേഷൻ ഗോൾഡാ. അണ്ണാ, നമ്മുടെ മോളെ സ്വർണ്ണമാല ഇടാൻ ഞാൻ സമ്മതിക്കുവോ? അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ രാമൻപിള്ളയുടെ അമ്മ വാങ്ങിച്ചോണ്ട് കൊടുത്തതാ അത്. അവൾക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. സുശീല, കയ്യിൽ കാശുള്ളവർ സ്വർണം വാങ്ങിക്കൂട്ടുമ്പോൾ അത് നാട്ടാചാരമാവും. കഷ്ടപ്പെടുക കയ്യിൽ കാശില്ലാത്ത പാവങ്ങളാണ്. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? മോളെ ലൈല, മോളെ ഇങ്ങ് വാ മോളെ. എന്തിനാ മോള് മാല ഊരിയത്? വേണ്ട അച്ഛാ, അച്ഛൻ പറഞ്ഞത് നേരാ. ഞാനിനി ഒരു മാല ഇടില്ല. അച്ഛനോട് പിണങ്ങിയിട്ടല്ലോ? അല്ല. ആ മിടുക്കി. അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. എന്താ മോളെ, പറഞ്ഞോളൂ. എന്നെ അടിക്കരുത്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഇല്ല മോളെ, മോളെ ഒരിക്കലും ഞാനിനി അടിക്കില്ല. ഇല്ല. ഒരുപാടൊരുപാട് രാവുകൾ, ഒരുപാടൊരുപാട് നോവുകൾ, ഒരുപാട് നീതി നിഷേധങ്ങൾ, അധിനിവേശങ്ങൾ, ഒരുപാടു സമരമുഖങ്ങൾ, ഒരുപാടു സമരമുഖങ്ങൾ. സുശീല, എന്താ വിളിച്ചേ? പറഞ്ഞോളൂ. എന്താ വേണ്ടേ? ഇന്ന് തന്നെ 2 തവണ ഛർദ്ദിച്ചു. ഇപ്പോ എനിക്കില്ലാത്ത രോഗമില്ല. സത്യത്തിൽ എനിക്ക് പേടിയുണ്ട്. എന്താ ഇങ്ങനെ? ഞാൻ മരിച്ചു പോയാ? ഏയ്, എന്താ ഇത്? സഖാക്കള് കരയാ?
കരച്ചിൽ വരാത്തവര് സഖാക്കളല്ല. ശരിയാ സുശീല, പറയാനുള്ളത് ഞാൻ ഇനിയും പറഞ്ഞില്ല. എൻ്റെ കണ്ണടഞ്ഞാൽ നിന്നെ പാർട്ടി നോക്കും. നമ്മുടെ പൊന്നുമോളെ ആര് നോക്കും? പൊന്നുമോളെയും പൊന്നുപോലെ പാർട്ടി നോക്കും. നോക്കൂ. എന്താ സംശയം? അവളെ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കോ? എന്നെ അണ്ണന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ? ശരിയാണ്. അന്ന് ഞാൻ ഉണ്ടാവോ? ആ, രാജമ്മ എത്തി. സുശീല, നീ പോയിക്കോ. രാവിലെ വരുമ്പോൾ രാജമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കാച്ചി എണ്ണ കൂടി വാങ്ങിച്ചോ. കൊടുത്തേക്കണേ രാജമ്മ. പോയിക്കോ. AKG ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചു പോയ ദിവസമായിരുന്നു അത്. 1978 ജനുവരി 1. ലൈലയും ഞാനും തമ്മിലുള്ള വിവാഹം പാർട്ടിയുടെ നേതൃത്വത്തിൽ അന്നാണ് നടന്നത്. തിരക്കിട്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിലും ലൈലയ്ക്ക് ആവശ്യമായ സ്നേഹം നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പലപ്പോഴും AKG പറയുമായിരുന്നു. സ്നേഹസമ്പന്നനായ ഒരു പിതാവായിരുന്നു AKG. അനുകരണീയനായ ഒരു ഭർത്താവായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകയായിരുന്നു AKG. സഹോദര സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും എത്രമാത്രമാണെന്നറിയാൻ AKG രാഘവൻ നമ്പ്യാർ തമ്മിലുള്ള ബന്ധം അടുത്തറിയാൻ കഴിയണമെന്ന് സുശീല സഖാവ് പലപ്പോഴും പറയുമായിരുന്നു. വലിയ ധൈര്യത്തോടെയാണ് ഞാൻ ജയിലിലേക്ക് പോയതെങ്കിലും പോരാൻ ഒരുങ്ങുമ്പോൾ ഒരു സെറ്റ് പുസ്തകങ്ങൾ തന്നു. ഒരു പുസ്തകത്തിൻ്റെ താള് തുറന്ന് എഴുതി വച്ചിരിക്കുന്നത് എന്നെ കാണിച്ചു. ഞാൻ എന്നും നിന്റേതാണ്. എന്നെ രാഘവ എന്ന് വിളിക്കില്ല, അനുജ എന്നാണ് വിളിക്കാറുള്ളത്. അനുജൻ ഒരു സംഭവം, എത്രയോ സംഭവങ്ങളുണ്ട്, എങ്കിലും ഒരു സംഭവം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം AKG അവശനായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ ഒരു കത്തയച്ചു. അതിന് മറുപടി അയച്ചില്ല. അപ്പോൾ സുശീല അടുത്തുണ്ടായിരുന്നു. സുശീലയോട് പറഞ്ഞു, അനുജൻ ഞാൻ കത്തയച്ചിട്ടും വന്നില്ല, കണ്ടില്ല, എന്തായത്? അപ്പോൾ സുശീല പറഞ്ഞു, എന്തോ കാര്യമായ വിഷമം ഉണ്ടാവും, അനുജൻ വരും, കത്ത് കിട്ടുമെന്ന് സമാധാനിപ്പിച്ചു. ഞാൻ അന്ന് അധ്യാപകനായിരുന്നു. ഞാൻ സ്കൂൾ പഠിപ്പിക്കുന്ന അവിടെ ഒരു ഇൻസ്പെക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം തന്നെ ആസ്പത്രിയിൽ ചെന്ന് കണ്ട ഉടനെ എന്നോടൊന്നും സംസാരിച്ചില്ല. അപ്പോൾ പിന്നെ സുശീല പറഞ്ഞു, അനിയൻ വരാതെ ഒരു ദുഃഖത്തിലുണ്ട് AKGക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ താൻ വരാഞ്ഞത്? ഞാൻ ഈ സംഗതികൾ പറഞ്ഞപ്പോൾ, ഓ ശരി, സാരമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ AKGക്ക് എവിടെയുണ്ടെങ്കിലും അന്വേഷിക്കും. അന്ന് ഇന്നത്തെ പോലെയുള്ള സാഹചര്യങ്ങളില്ല. എൻ്റെ അമ്മയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന അമിത വാത്സല്യം അനന്തര ജീവിതത്തിൽ അമ്മയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഒരിക്കൽ അച്ഛൻ പരീക്ഷാ ഫീസ് അടക്കാൻ തന്ന പണം ഞാൻ ധൂർത്തടിച്ചു. ഫീസ് അടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിലേക്ക് ഓടി അമ്മയോട് പറഞ്ഞു. ആദ്യം അമ്മ എന്നെ വഴക്കു പറഞ്ഞു. എങ്കിലും തൻ്റെ ആഭരണങ്ങൾ പണയം വെച്ച് അമ്മ എനിക്ക് പണം തന്നു. അച്ഛനോടൊന്നും പറഞ്ഞതുമില്ല. പിന്നെ ഒന്ന് പങ്ങളായിരുന്നു. പങ്ങളാദ്യകാലത്തെല്ലാം മരിച്ചു പോയിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടി അയ്യങ്ങളെയും കൂട്ടിക്കൊണ്ട് AKG ഒരു പ്രചരണ ജാഥ നടത്തി. അതിൽ കേരളീയനും ഉണ്ടായിരുന്നു. ഭക്തർക്കെല്ലാം ദൈവ പൂജ ചെയ്യുവാൻ ഇന്ന് നാം തുറന്നിടണം ക്ഷേത്രവാതിലൊക്കെയും. പെട്ടെന്ന് വേമ്പേ കയറുക. എല്ലാം നിൽക്കേ, പറഞ്ഞ കേട്ടു. ജാതി ഭേദം നാം പൊറുക്കുകില്ലിനി. ഇന്ന് നാം തുറന്നിടണം ക്ഷേത്രവാതിലൊക്കെയും.
ബോധവും ബോധ്യവും വറ്റി വരളുന്നു സ്വപ്നവും സത്യവും. AKGയും കേരളീയനും മരിച്ചുപോയി എന്ന വാർത്തയാണ് പ്രചരിച്ചിരുന്നത്. കേരളീയൻ്റെ മരണമൊഴി പോലും എടുത്തിരുന്നു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. കണ്ടോത്തെ അക്രമ വാർത്ത വൻ പ്രാധാന്യത്തോടെയാണ് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് വൻ പ്രചാരണം ലഭിക്കുന്നതിന് ഇടയാക്കി. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ദണ്ഡി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ആ ജാഥയ്ക്ക് സ്വീകരണം കണ്ണൂരിലെ ചൊവ്വയിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് AKG നിയമനിഷേധ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നത്. തുടർന്നിങ്ങോട്ട് എത്രയെത്ര സമരങ്ങൾ. പെരളശ്ശേരിയിൽ പോലീസിന് എന്താണ് കാര്യം? ഒരടി മുന്നോട്ട് വെക്കരുത്. എന്റെ നാട്ടുകാരിൽ ഏതെങ്കിലും ഒരുത്തന്റെ പുറത്ത് ലാത്തി വീണ വിവരറിയും, കരുതിക്കോ. ഇതെന്റെ ജമാടാ ഈ പെരളശ്ശേരി. ഈടെ നിങ്ങളെ കളികളൊന്നും നടക്കൂലടോ. നിന്റെയൊക്കെ തന്തമാര് വെള്ളക്കാരന്റെ കാലി നക്കിക്കൊണ്ടിരുന്നപ്പോ ആ സായിപ്പന്മാർക്കെതിരെ പോരാടിയവരാടാ പെരളശ്ശേരിക്കാർ. അറിയോടാ നിനക്ക്? ജനാധിപത്യത്തിന്റെ കശാപ്പുകാരെ പോലെ അല്ല ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാര്. അറിയോ? രാജ്യസ്നേഹികളാ. രാജ്യദ്രോഹം പ്രവർത്തിക്കുന്നവരോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. സൂക്ഷിച്ചോ. 7 ദിവസമായിട്ട് പെരളശ്ശേരിയിലെ നാട്ടുകാരെ മുഴുവനും കടകളടപ്പിച്ച് പട്ടിണിക്കിടുന്നു. എടോ ഉത്തരേന്ത്യ CRP-ക്കാരാ. നിനക്ക് വീട് കണ്ട് മരിക്കണം എന്നുണ്ടെങ്കിൽ അടങ്ങിയിരുന്നോ. ഇല്ലെങ്കിൽ ചവിട്ടി സൂപ്പാക്കുന്നു ഞാൻ. നാണമില്ലല്ലോ എന്റെ നാട്ടുകാർക്ക് ഇങ്ങനെ പേടിച്ച് പതുങ്ങിയിരിക്കാൻ. പോയി പീടിയാള് ഉറക്ക്. പോ വാ നിങ്ങള്. കരളുകൾ നിറയെ ദീപാഞ്ജലികൾ തെളിച്ചവരീ ഞങ്ങൾ. കതിരുകൾ കൊയ്തു പതിരുകൾ നേടി അടിമകളായവരീ ഞങ്ങൾ. എങ്കിലും ഇവിടെ ഉയർത്തി ഞങ്ങൾ ഞങ്ങളുടെ ക്ഷുഭിത പ്രതിജ്ഞ, ഞങ്ങളുടെ വിജയ പ്രതീക്ഷ, ഞങ്ങളുടെ വിജയ പ്രതീക്ഷ. മാറി നിൽക്കണ വഴിയുന്നു. നിന്റെ ദിനേശ് പീഡി രാഷ്ട്രീയം ഇന്നത്തോടെ തീർക്കും. ഞങ്ങൾ മാറിപ്പോ. തൊഴിലാളികളോട് കളിക്കണ്ട. കളിച്ചാ നീ എന്തുകൂടാ? കൊളങ്ങരത്ത് രാഘവ, അടിയന്തരാവസ്ഥ വന്നൊന്നും നീ അറിഞ്ഞില്ലടാ. നോക്ക്, അങ്ങോട്ട് നോക്ക്. സർക്കിളിനെയും കൂട്ടിയാടാ ഞങ്ങളുടെ വരവ്. ഒരടി മുന്നോട്ട് വെച്ചാ കുത്തി മലത്തി കളഞ്ഞ എല്ലാറ്റിനെ പൊളിക്കണല്ലോ. ജനാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറിക്കഴിഞ്ഞു. സർവാധികാരങ്ങളും ഒരു പാർട്ടിയുടെ കയ്യിലാണ്. കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ കയ്യിലാണ് ഇന്ദിരയുടെ. ഇത് അവരുടെ ശക്തിയുടെ തെളിവല്ല, അവർ ക്ഷീണിക്കുന്നു എന്നതിന്റെ തെളിവാണ്.
नमस्ते मैडम। नमस्ते, आइए बैठिए। थैंक यू। कहिए, क्या कहना है? प्लीज विड्रॉ द इमरजेंसी। ये बात आप संसद में अपने लंबे भाषण में नहीं कह चुके? डू यू थिंक अ बैकडोर अप्रोच विल मेक मी एक्सेप्ट दिस इशू? You see, I am the leader of opposition in parliament and you the prime minister. To discuss public issues at any point of time, an opposition leader can visit the prime minister's official residence. It is not me who made your official residence a backdoor. Then who else? Me? Ask that question yourself many a times. The truth will become clear. Do you say that India should always remain a poor country? We have never said so. When we demand Zamin to Kisan, your party insists Zamin to Zamindar. Who amongst us makes India poor? But I cannot fold my hands and silently witness the right revisionists and left sectarians jointly destroying the country. We have never asked you to do so. Who is responsible for the growth of left and right extremism? Your party is ruling India since 1947. Who rendered full support to the Naxalites to murder the CPM cadre in Bengal? Your party. Today, Naxalites are portrayed as bloodthirsty rebels in the name of helping Bangladesh refugees. How many lakhs you paid to the Ananda Margis who attempted the murder of Jyoti Basu at Patna railway station? If you don't recollect, I can remind you, 12 lakhs. In this transaction, 2,80,000 is not accounted. It is unbelievable. If one says one blue morning that organizations without mass public support are a threat to national security and they can be dealt only through the declaration of emergency. Till this day, through fast struggles, you have stalled India's progress. I will not allow you to do it again. Swallow your pride and work. In 1966, when you came into power, the number of educated unemployed was 26 lakhs. At present, it is 81 lakhs. You should reconstruct your idea of a job. A job doesn't mean a life with only tables and files. It is beyond all this. You know, I have visited Tirumuti Bhavan many times along with your respected father Pandit Ji. I can still hear his voice. अब आप जा सकते हैं. Keeping in mind the good relationship I had with your father, I request you once more to withdraw emergency. Won't you put an end to this? A day will come, you will have to answer my questions. That day, millions in India will demand an answer. You will remember A.K. Gopalan then. A.K. Gopalan then. A.K. Gopalan then. To me, he was an embodiment of highest form of political commitment. His leadership, both within and outside Parliament, can only be written in letters of gold. The inspiration he provided, the caring approach with which he treated his comrades, his great performance in Parliament is one of the most significant contributors in many deliberations of great importance for the nation as a whole, for the working class as a whole.
I say I'm particularly lucky that I had the great fortune of not being entering in Parliament during his leadership, but enjoying his affection. As a new parliamentarian, hardly with any experience, just a toddler in the political field, I could feel that he was so caring. He was trying to nurture a new entrant to the parliament, how to perform, giving encouragement, standing by you, sitting by you. These are the memories I have because it is from 1971. And I cannot forget the respect that he commanded all sides of the parliament. I have vivid memory of him. I think a truly outstanding leader of the masses. One thing one could see that very few outstanding leaders are great parliamentarians, but he combined both great leader of the people, great leader of the masses, great leader of the communist movement, and a great parliamentarian. ഞാൻ ആദ്യം AKG കാണുന്നത് 1970 മദ്രാശി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ തിരിച്ചു വന്നിട്ട് as a student I had just joined the party. At that time AKG asked me whether I'll be prepared to work with him in Delhi. AKG took me to his parliament constituency during the elections in Palakkad and asked me to go and campaign in my village. So these were my first experiences of party work, along with helping him with his parliamentary work. താങ്കൾ ഇവിടെ അതിക്രമിച്ചു കിടന്നിരിക്കുന്നു. നിയമം ലംഘിച്ചതിന് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിയമം ലംഘിച്ചു എന്ന് പറയാൻ ഇത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്താണോ? ഇത് ആരുടെയെങ്കിലും സ്വകാര്യ ഭൂമിയാണോ? അല്ല, ഇത് നോമാൻസ് ലാൻഡ്. ഇവിടെ ഞാൻ കടക്കരുന്ന് പറയാൻ നിങ്ങൾ ആരാ? ഏതു വകുപ്പനുസരിച്ചാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്നറിയാതെ അനങ്ങില്ല ഞാൻ ഇവിടുന്ന്. വേണമെങ്കിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയിക്കോ. എന്താ മടിക്കുന്നത്? നിങ്ങൾ ആളുകളെ വെടിവെച്ചു കൊല്ലാറില്ലേ പോലീസ്? ഞങ്ങളുടെ ലക്ഷ്യം മിച്ചഭൂമിയില്ലെന്ന് പറഞ്ഞ സർക്കാരിന് ഭൂമി കാണിച്ചു കൊടുക്കലാണ്. ഏറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ ഇപ്പോ തന്നെ ഇവിടുന്ന് മാറാം. മിച്ചഭൂമി സമരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം സമരമല്ല. ഇതിൽ KTP, KSP തുടങ്ങിയ പാർട്ടികളുമുണ്ട്. ഒരു പാർട്ടിയിലും പെടാത്തവരുമുണ്ട്. കർഷക തൊഴിലാളികളുണ്ട്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലായതോടെ മിച്ചം വരുന്ന ഭൂമി സർക്കാരിൻ്റെതാണ്. 2.5 വർഷം പിന്നിട്ടു ഭൂനിയമം നടപ്പിലായിട്ട്. ഒരൊറ്റ സെന്റ് ഭൂമി പോലും ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു കേരളത്തിൽ മിച്ചഭൂമി ഇല്ലെന്ന്. പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു 50,000 ഏക്കർ ഭൂമി ഉണ്ടെന്ന്. ഇപ്പോൾ റവന്യൂ മന്ത്രി പറയുന്നു
283 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ 50,000-ൽ നിന്ന് 283 കഴിച്ചാൽ ബാക്കി നോമാൻസ് ലാൻഡാണ്. മുടവൻമുകൾ കൊട്ടാരവളപ്പിലെ നോമാൻസ് ലാൻഡിലാണ് ഞാനും എൻ്റെ സഖാക്കളും കൂടി ചെങ്കൊടി നാട്ടിയത്. ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നത് രാജ്യസ്നേഹിയായ ഒരു പൗരൻ്റെ കടമയാണ്. മിച്ചഭൂമി ഏതൊക്കെയാണെന്ന് സർക്കാരിന് തിട്ടപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ സർക്കാരിനെ സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരിലുള്ള കുറ്റം. 2.5 വർഷമായി നിയമലംഘനം നടത്തുന്ന സർക്കാർ കുറ്റവിമുക്തവും. ഇതെന്തൊരു വിരോധാഭാസാണ്. പാർലമെന്റിൽ പ്രവേശിച്ച എന്നെ 2 കാര്യങ്ങളാണ് അലട്ടിയത്. ഒന്നാമതായി, ഈ ചട്ടക്കൂടിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്ക. രണ്ടാമത്, 5 കൊല്ലത്തിന് ശേഷം ഈ ഘടനയുടെ ദുഷിച്ച ഫലങ്ങൾ ബാധിക്കാതെ എനിക്ക് പുറത്തു വരാൻ കഴിയുമോ എന്ന ചിന്ത. 1-ാം ക്ലാസ്സിലുള്ള യാത്ര, പാർലമെന്റിൽ സുഖസൗകര്യങ്ങളുള്ള മുറി, ആവശ്യത്തിൽ കവിഞ്ഞുള്ള പണം, വലിയ താമസ സ്ഥലം, കനത്ത ഉത്തരവാദിത്വമൊന്നുമില്ലാത്ത ജീവിതം, ഇവയൊക്കെയാണ് അവിടെ കണ്ടത്. ഒരു സുഖജീവിതത്തിനു പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ തലതിരിയാൻ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു മനുഷ്യനെ നശിപ്പിക്കാനായി തയ്യാറാക്കിയ സാഹചര്യങ്ങളാണ് ഞാനവിടെ കണ്ടത്. ഇന്നലെ എന്നാൽ ഇന്ത്യയാണ്, ഇന്ത്യ എന്നാൽ ഇന്നലെയും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ജീവിതകാലം മുഴുവനും ഇന്നലെ ഏകാധിപതിയായി തുടരുമെന്നും ജനാധിപത്യവും പാർലമെന്റും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പുമൊന്നും വേണ്ടെന്നും തന്നെ. ഒരു നല്ല നാളേക്ക് വേണ്ടി പോരാടാൻ സന്മനസ്സുള്ള എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ സമരത്തിലുണ്ടാകും. കാരണം CPIM-ന് ജനങ്ങളുടെ താല്പര്യത്തിൽ കവിഞ്ഞ് മറ്റൊരു താല്പര്യവുമില്ല. ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് അടിയന്തരാവസ്ഥ അവസാനിക്കണം. അത് ജനാധിപത്യ അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കലാണ്. ഞങ്ങൾ ഒരിക്കലും അധികാരവർഗത്തിനു മുന്നിൽ മുട്ടുമടക്കില്ല. ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെയും ഒറ്റുകൊടുക്കില്ല. ചരിത്രം ഞങ്ങളെ കുറ്റക്കാരല്ലെന്ന് വിധിക്കും. ഈ അമ്മച്ചിയുടെ കാര്യം ശരിയാക്കി കൊടുക്കണം. ആ വില്ലേജ് ഓഫീസർ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ എന്നെ അറിയിക്കണം. എല്ലാം ശരിപ്പെടുത്താൻ അമ്മച്ചി. എല്ലാ കാര്യവും ഞാൻ അമ്മച്ചിക്ക് ശരിപ്പെടുത്തരാം. ഞാനിവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യർ, നിങ്ങൾ അവരെ സംരക്ഷിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. മണ്ണിൻ്റെ മക്കളുടെ കൂടെ നിന്ന് അവരുടെ നല്ല ജീവിതത്തിനു വേണ്ടിയുള്ള സമരത്തിൽ പങ്കാളിയാകുന്നതിൽ കൂടുതൽ സന്തോഷമുള്ള കാര്യമില്ല. അതിൽ കൂടുതൽ തൃപ്തിയില്ല. ഭാരതത്തിൽ ദരിദ്രരുടെയും ഭാരം ചുമക്കുന്നവരുടെയും കഷ്ടപ്പെടുന്ന എല്ലാ ഇടത്തരക്കാരുടെയും വസന്തകാലം വിരിയും. ആ വസന്തത്തിൻ്റെ പിറവി കാണാൻ എനിക്കതിയായ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ അതിന് കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് ദുഃഖമുണ്ടാകില്ല. കാരണം എൻ്റെ സഖാക്കൾക്ക് അത് കാണാൻ കഴിയും.